അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. മുഅ്മിനീങ്ങളെ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അള്ളാഹുവിനെ കാണാൻ വേണ്ടി, അള്ളാഹുവിനോട് സംസാരിക്കാൻ വേണ്ടി ഇസ്റാഉ മിഅ്റാജ് യാത്ര ചെയ്ത ആ യാത്രയുടെ ഇടയിൽ ആകാശത്ത് വെച്ച് ബഹുമാനപ്പെട്ട ഖലീലുല്ലാഹി ഇബ്രാഹിം നബി അലൈഹിസ്സലാമിനെ കണ്ടുമുട്ടിയ ചരിത്രമൊക്കെ സംഭവമൊക്കെ നമുക്കറിയാം. അവിടെ ഇബ്രാഹിം നബി അലൈഹിസ്സലാം ബഹുമാനപ്പെട്ട ഹബീബ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് കുറേ സംസാരങ്ങളൊക്കെയും സംസാരിച്ചിട്ടുണ്ട്, കുറേ ഉപദേശങ്ങളൊക്കെയും ഉപദേശിച്ചിട്ടുണ്ട്. ആ കൂട്ടത്തിൽ ബഹുമാനപ്പെട്ട ഖലീലുല്ലാഹി ഇബ്രാഹിം നബി അലൈഹിസ്സലാം പറഞ്ഞൊരു വാക്കുണ്ട്, ഓ നബിയെ, അവിടുത്തെ ഉമ്മത്തീങ്ങളോട് പറയണം. അതായത് മുത്തുനബിയുടെ ഉമ്മത്തീങ്ങളായ നമ്മെ കുറിച്ച് ഇബ്രാഹിം നബി അലൈഹിസ്സലാം അവിടെ ഓർക്കുകയും ഇബ്രാഹിം നബി അലൈഹിസ്സലാം നമ്മളോട് പറയണമെന്ന് പറഞ്ഞ് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് ചില സന്ദേശങ്ങൾ നമ്മെ അറിയിക്കുകയാണ്. അവിടെ നിന്ന് ഇബ്രാഹിം നബി അലൈഹിസ്സലാം മുത്തുനബിയോട് പറഞ്ഞു, അവിടുത്തെ ഉമ്മത്തീങ്ങളോട് എൻ്റെ സലാമൊന്ന് അറിയിക്കണേ, എന്നിട്ട് ഉമ്മത്തീങ്ങളോട് പറയണം, സ്വർഗത്തിലേക്ക് എത്തിപ്പെടാൻ സുലഭമായ ഒരു കാര്യം ഞാൻ പറഞ്ഞു തരാം എന്ന് പറഞ്ഞ് ബഹുമാനപ്പെട്ട ഖലീലുല്ലാഹി ഇബ്രാഹിം നബി അലൈഹിസ്സലാം മുത്തുനബിയോട് പറഞ്ഞു കൊടുക്കുകയാണ്, ഇന്നൽ ജന്നത്തു ത്വയ്യിബത്തു റുതുബ, ഈ സ്വർഗമെന്നുള്ളത് അത് വല്ലാത്തൊരു സുഖമാണ്, വല്ലാത്തൊരു നിഅമത്തുകളാണ്. അതൊരിക്കലും ആരും നഷ്ടപ്പെടുത്തരുത്. ആരും ഒരു മുഅ്മിനായാൽ ഒന്ന് ശപിച്ചാൽ, ഒന്ന് അല്ലാഹുവിലേക്ക് ഇബാദത്ത് ചെയ്ത്, ഒന്ന് സബറോടുകൂടെ ഈ ദുനിയാവിലൊന്ന് ജീവിച്ചാൽ അവന് സ്വർഗത്തിൽ എത്താമല്ലോ. അതൊരിക്കലും ഒരു മുഅ്മിൻ നഷ്ടപ്പെടുത്തരുത്. സ്വർഗത്തിൽ ഓരോരോ മുഅ്മിനിനും അവൻ ചെയ്യുന്ന ചെറിയ ചെറിയ ഇബാദത്തിന് അവന് അവിടെ വലിയ വലിയ കൊട്ടാരങ്ങളും കുറേ മരങ്ങളൊക്കെയും നട്ടുപിടിപ്പിക്കുകയാണ്. അതൊക്കെയും അവനിക്ക് കിട്ടാൻ കാരണമാകുന്നുണ്ട് അവൻ്റെ ഓരോരോ ദിക്റുകൾ. ആ കൂട്ടത്തിൽ ഓ നബിയെ തൻ്റെ ഉമ്മത്തിങ്ങളോട് പഠിപ്പിക്കണം, സുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാഹി വലാ ഇലാഹ ഇല്ലല്ലാഹു വല്ലാഹു അക്ബർ എന്ന ദിക്ർ അവിടുത്തെ ഉമ്മത്തീകൾ അധികരിപ്പിക്കട്ടെ, അവർ ധാരാളമായി ഈ ദിക്ർ അവർ ചൊല്ലട്ടെ. ഇങ്ങനെ ഈ ദിക്ർ ഒരു മുഅ്മിൻ നല്ല ഈമാനോടുകൂടെ യഖീനോടുകൂടെ ചൊല്ലുമ്പോഴേക്ക് അവന് സ്വർഗത്തിൽ ഒരു സ്ഥലത്ത് ഒരു മരത്തിനെ നട്ടുപിടിപ്പിക്കപ്പെടുകയാണ്. അങ്ങനെ ഒരു 10 സുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാഹി വലാ ഇലാഹ ഇല്ലല്ലാഹു വല്ലാഹു അക്ബർ എന്നുള്ള ദിക്ർ ചൊല്ലുമ്പോഴേക്ക് സ്വർഗത്തിൽ ആ മുഅ്മിനിന് ഒരു 10 മരങ്ങൾ അവിടെ നട്ടുപിടിപ്പിക്കപ്പെടുകയാണ്. അങ്ങനെ ധാരാളമായി ഒരു മുഅ്മിൻ ചൊല്ലുകയാണെങ്കിൽ അങ്ങനെ ധാരാളമായുള്ള സുഖങ്ങൾ, സ്വത്തുക്കൾ ആ സ്വർഗത്തിൽ അവനിക്ക് ഉണ്ടാക്കാൻ അവനെ കൊണ്ട് സാധിക്കും. അത്രമാത്രം ഒരു പവറുള്ള ദിക്റാണ് ഈ ദിക്ർ, സുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാഹി വലാ ഇലാഹ ഇല്ലല്ലാഹു വല്ലാഹു അക്ബർ എന്നുള്ള ദിക്ർ എന്ന് ബഹുമാനപ്പെട്ട ഇബ്രാഹിം നബി അലൈഹിസ്സലാം മുത്തുനബിയോട് നമുക്ക് വേണ്ടി പറഞ്ഞയച്ച ഒരു സന്ദേശമാണ് മുത്തുനബി ഒരു ഹദീസിലൂടെ നമ്മെ ഓർമ്മപ്പെടുത്തുന്നത്. വളരെ ഗൗരവത്തോടു കൂടെ മനസ്സിലാക്കേണ്ട ഒരു വിഷയമാണ്. ഇബ്രാഹിം നബി അലൈഹിസ്സലാം മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വലിയൊരു ചർച്ചയിൽ ഉമ്മത്തീങ്ങളായ നമുക്ക് വേണ്ടി ഇബ്രാഹിം നബി അലൈഹിസ്സലാം ഇത്രമാത്രം ഗൗരവത്തോടു കൂടെ പറഞ്ഞയച്ച ഈ സന്ദേശം അത്രമാത്രം ഗൗരവമുള്ളത് കൊണ്ടല്ലേ, അത്രമാത്രം പവറുള്ളത് കൊണ്ടല്ലേ ഇബ്രാഹിം നബി അലൈഹിസ്സലാം ആ സ്വർഗത്തിന് വേണ്ടതുപോലെ അനുഭവിച്ച് മനസ്സിലാക്കി നമുക്ക് പറഞ്ഞു തന്നതല്ലേ. അപ്പോൾ വളരെ ഗൗരവത്തോടു കൂടെ ഈ ദിക്റിനെ കാണണം, നമ്മളെ ജീവിതത്തിൽ കൊണ്ടുവരണം, നമ്മളെ ജീവിതത്തിൽ ധാരാളം ഈ ദിക്ർ ചൊല്ലുന്നവരാകണം. അങ്ങനെ ചൊല്ലിയാൽ തീർച്ചയായും ഇബ്രാഹിം നബി അലൈഹിസ്സലാം പറഞ്ഞതുപോലെ നമ്മുടെ ഓരോരോ ദിക്റിനും സ്വർഗത്തിൽ ഓരോരോ മരങ്ങൾ നട്ടുപിടിപ്പിക്കപ്പെടുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ദിക്റിനെ മുറുകെ പിടിക്കാനും ഈ ദിക്റിനെ ദായിമ ചെയ്യാനും ഈ ദിക്റിനെ ധാരാളം നമ്മുടെ ജീവിതത്തിൽ കൊണ്ടുവരാനും
അങ്ങനെ കൊണ്ടുവരുന്ന കാരണത്താൽ സ്വർഗത്തിൽ കുറേ മരങ്ങൾ നട്ടുപിടിപ്പിക്കപ്പെടുന്ന ആ നല്ലവരിൽ അല്ലാഹു നമ്മെ ഉൾപ്പെടുത്തുമാറാവട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.